ഇസ്രായേലിനെതിരെ ഇറാന്റെ പ്രത്യാക്രമണം ഉടനെന്ന റിപ്പോർട്ടിന് പിന്നാലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി അമേരിക്ക തിരക്കിട്ട നീക്കം നടത്തുന്നു. ദോഹയിൽ വെച്ച് വ്യാഴാഴ്ച ചർച്ച നടക്കുമെന്ന് അമേരിക്ക അറിയിച്ചു. അതേസമയം ഇസ്രായേലിനെ ഞെട്ടിച്ച് തെൽ അവീവിന് നേർക്ക് ഗസയിൽ നിന്ന് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം. സംയമനം പാലിക്കണമെന്ന യൂറോപ്യൻ അഭ്യർത്ഥന ഇറാൻ തള്ളുകയും ചെയ്തു. പശ്ചിമേഷ്യൻ പര്യടനത്തിനായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് തിരിക്കും. MC നാസർ ചേരുന്നു. നാസർ, യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യയുള്ളത്. അമേരിക്കയുടെ നീക്കം എങ്ങനെയാണ്? മറ്റൊന്ന്, ഇന്നിപ്പോൾ ആക്രമണം നടക്കുകയും ചെയ്ത ഈ തെൽ അവീവിന് നേർക്ക് ഗസയിൽ നിന്ന് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായതിന്റെ വിശദാംശങ്ങൾ കൂടി. ഇന്നലെ വൈകിട്ടാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ ബ്രിട്ടൻ, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായിട്ട് വലിയ സംഘർഷപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കരുതെന്ന് ഇറാനോട് അഭ്യർത്ഥിച്ചത്. പരമാവധി സംയമനം പാലിക്കണമെന്നും ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പൂർണ്ണമായി തങ്ങൾക്ക് കൂടി ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി രംഗത്ത് വരേണ്ടി വരുമെന്നുമാണ് ഈ 5 രാജ്യങ്ങൾ സംയുക്തമായി തന്നെ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇത് ഇറാൻ നേതൃത്വം തള്ളുകയായിരുന്നു. കാരണം തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പരമാധികാരം ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കുമാറ് ഇസ്മായിൽ ഹനിയയെ തെഹ്റാനിൽ കൊലപ്പെടുത്തിയ ആ ഒരു നടപടിയോട് ഒരു നിലക്കും ക്ഷമിക്കാനാവുകയില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രത്യാക്രമണം ഉണ്ടാവും. അത് കൂടുതൽ വ്യാപകമായ തോതിലുള്ള ഒരു പ്രത്യാക്രമണമായിരിക്കും. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നടത്താനുള്ള അന്തർദേശീയ സ്വഭാവത്തിലുള്ള അധികാരവും അവകാശവും തങ്ങൾക്കുണ്ട് എന്നാണ് ഇറാൻ നേതൃത്വം വിശദീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇറാനിലെ ചില പ്രധാന കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സൈനികാഭ്യാസം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഏറ്റവും അവസാനം പുറത്തുവിടുന്നുണ്ട്. ഏതായാലും ഉടൻ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇറാൻ നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവിടുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയതുപോലെ നിരവധി വിമാന കമ്പനികളാണ് തെൽ അവീവിലേക്കും ബെയ്റൂത്തിലേക്കും തെഹ്റാനിലേക്കുമുള്ള സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നത്. പക്ഷേ ആക്രമണം ഏത് സമയത്ത് എപ്പോൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ അവ്യക്തതയുള്ളത്. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഈ അഭ്യർത്ഥന ഇറാൻ തള്ളിയ ഒരു സാഹചര്യത്തിൽ ആ ആക്രമണത്തിൻ്റെ വ്യാപ്തി എത്രയായിരിക്കും, അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്ന് മാത്രമാണ് ഇനി തിരിച്ചറിയാനുള്ളത്. ഏതായാലും വലിയ കുറ്റമറ്റ രീതിയിലുള്ള സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് തെൽ അവീവിലും ഹൈഫയിലും അതോടൊപ്പം തന്നെ മറ്റ് ഇസ്രായേൽ നഗരങ്ങളിലും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ ഒരു പരിപാടികളിലും പിന്നിട്ട ദിവസങ്ങളിലൊന്നും തന്നെ പങ്കെടുക്കുന്നില്ല. സൈനിക നേതാക്കൾക്കും വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് ഗസയിൽ നിന്ന്, കാരണം ഇത്ര ദിവസങ്ങൾ 10 മാസം പിന്നിട്ട ഒരു യുദ്ധം എല്ലാ അർത്ഥത്തിലും പിന്നെ ഹമാസിൻ്റെ സൈനിക സംവിധാനങ്ങൾ തങ്ങൾ ദുർബലപ്പെടുത്തി എന്ന് അവകാശവാദം ഇസ്രായേൽ സേന ഉന്നയിക്കുന്ന അതേ ഘട്ടത്തിലാണ് ഇന്ന് നിരവധി റോക്കറ്റുകൾ തെൽ അവീവിന് നേർക്ക് അയക്കാൻ അൽ-ഖസാം ബ്രിഗേഡിന് സാധിച്ചിരിക്കുന്നത്. അത് തെൽ അവീവിൽ വലിയ സ്ഫോടനം സൃഷ്ടിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആളപായമുണ്ടോ എന്നത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഇതുവരെയും ഇസ്രായേൽ നേതൃത്വം പുറത്തുവിട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ലബനാൻ ഏരിയയിലും വലിയ തോതിൽ തന്നെ സംഘർഷം തുടരുകയാണ്. ഹിസ്ബുല്ല നിരവധി റോക്കറ്റുകളാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അയച്ചിരിക്കുന്നത്. അവിടെയും ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള അവസ്ഥ സൃഷ്ടിക്കാൻ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ മധ്യസ്ഥരുടെ നേതൃത്വത്തിൽ ചില തിരക്കിട്ട നീക്കങ്ങൾ നടന്നിരുന്നു. പക്ഷെ അതൊന്നും വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് ഈ റോക്കറ്റ് ആക്രമണങ്ങളും തിരികെയുള്ള ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങളും സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമാർ ഇസ്രായേൽ മന്ത്രി ബെൻഗവീറിൻ്റെ നേതൃത്വത്തിലുള്ള നൂറുകണക്കിന് വലതുപക്ഷ ഇസ്രായേൽ ആളുകൾ ഇന്ന് മസ്ജിദുൽ അക്സയിൽ കടന്നു കയറുകയും വലിയ പ്രകോപനപരമായിട്ടുള്ള നടപടികൾ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനെ OIC നേതൃത്വവും അറബ് ലോകവും നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ഇത്തരം അപകടകരമായ നീക്കങ്ങൾ തുടരുകയാണെങ്കിൽ അത് മേഖലയുടെ കെട്ടുറപ്പിനും ഐക്യത്തിനും വലിയ തോതിൽ ദോഷം ചെയ്യും. അതുകൊണ്ട് ഈ പ്രകോപനപരമായ നടപടികളിൽ നിന്ന് ഇസ്രായേൽ നേതൃത്വത്തെ തടയണമെന്ന് വിവിധ അറബ് രാജ്യങ്ങൾ അമേരിക്കയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ വളരെ കലുഷിതമായി തന്നെ തുടരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും പ്രത്യാക്രമണത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കുമെന്നാണ്. അത് വരികയാണെങ്കിൽ തങ്ങളുടെ തിരിച്ചടി കൂടുതൽ മാരകമായിരിക്കുമെന്ന് ഇസ്രായേൽ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇറാന്റെ അടുത്ത നീക്കം എന്നത് ഏറ്റവും പ്രധാനമായിട്ട് മാറുകയാണ്. ധന്യ. ശരി നാസർ.
അലക്സ പള്ളിയിലെ ഇസ്രായേൽ അതിക്രമത്തെ അപലപിച്ച് ഖത്തർ. 2 മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ സംഘം പള്ളിയിലേക്ക് അതിക്രമിച്ച് കടന്നത്. അലക്സ പള്ളിക്ക് നേരെയുള്ള ആക്രമണം പലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള ആക്രമണം മാത്രമല്ല, ലോകത്താകമാനമുള്ള മുസ്ലിം സമൂഹത്തിന് നേരെയുള്ള ആക്രമണമാണ്. ഇത്തരം നടപടികൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളെയും ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളെയും ബാധിക്കുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഗസയിലെ ജനങ്ങളിലേക്ക് വീണ്ടും ഖത്തറിന്റെ സഹായങ്ങൾ എത്തി. ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമായി 39 ട്രക്കുകൾ അടങ്ങിയ വാഹനവ്യൂഹമാണ് ജോർദൻ വഴി അതിർത്തി കടന്ന് ഗസയിലെത്തിയത്. 21,500 ഭക്ഷ്യക്കിറ്റുകൾ ഉൾപ്പെടെയുള്ള സഹായമാണ് ഖത്തർ ഗസയിലേക്ക് എത്തിച്ചത്. ഒരു കുടുംബത്തിന് 1 മാസത്തിലേറെ കാലം കഴിയാനുള്ള വസ്തുക്കൾ കിറ്റിലുണ്ട്. ഗസയിലേക്ക് ഇസ്രായേൽ സേന ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ വിവിധ മാർഗങ്ങളിലൂടെ ഖത്തർ തുടരുന്ന സഹായങ്ങളുടെ തുടർച്ചയാണ് ഈ ദൗത്യവും. 1 ലക്ഷത്തോളം പേർക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇത്തവണ എത്തിച്ചതായി ഖത്തർ ചാരിറ്റി അറിയിച്ചു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ജോർദാനിലെ ഖത്തർ ചാരിറ്റി ഓഫീസ് വഴി 40,000-ഓളം ഭക്ഷ്യക്കിറ്റുകൾ, മരുന്നും ആശുപത്രി ഉപകരണങ്ങളുമായി 15 ടൺ എന്നിവയും ഗസയിലെത്തിച്ചിട്ടുണ്ട്. നേരത്തെ ഈജിപ്തിലെ അൽ അരീഷ് വിമാനത്താവളം വഴിയും ഖത്തർ സഹായങ്ങൾ എത്തിച്ചിരുന്നു. മീഡിയ 1 ദോഹ. ഗസയിലെ ദുരിതബാധിതർക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കി UAE. ഗാലൻ നൈറ്റ് 3 പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ സഹായം. ഇസ്രായേൽ ആക്രമണം വ്യാപകമായി തുടരുന്ന സാഹചര്യത്തിൽ സാധ്യമായ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുമെന്നും UAE നേതൃത്വം അറിയിച്ചു. പുതുതായി 70 ടൺ സഹായ ഉൽപ്പന്നങ്ങളാണ് ഗസയിൽ വിതരണം ചെയ്തത്. ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് പുറമെ താൽക്കാലിക ടെന്റ് ഉപകരണങ്ങളും കൈമാറിയതിൽ ഉൾപ്പെടും. നിരന്തരം അഭയാർത്ഥികളായി മാറാൻ വിധിക്കപ്പെട്ട ഗസയിലെ പലസ്തീനികൾക്ക് 100 കണക്കിന് താൽക്കാലിക ടെന്റുകളാണ് UAE നിർമ്മിച്ചു നൽകിയത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉപകരിക്കുന്ന നിത്യോപയോഗ വസ്തുക്കളും കൈമാറിയതിൽ ഉൾപ്പെടും. ഇതിനു പുറമെ ഗസയിൽ UK സ്ഥാപിച്ച ഫീൽഡ് ആശുപത്രിയുമായും UAE സംഘം കൈകോർത്തു. ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്കും രോഗികൾക്കും പരമാവധി ചികിത്സ ഉറപ്പാക്കാൻ വേണ്ട മരുന്നുൽപ്പന്നങ്ങളും ഉപകരണങ്ങളുമാണ് UAE കൈമാറിയത്. 3 ടണ്ണോളം മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും ഫീൽഡ് ആശുപത്രിക്കായി കൈമാറി. മരുന്നുൾപ്പെടെയുള്ള വൈദ്യസഹായം ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിൽ UAE നൽകുന്ന പിന്തുണ ഏറെ വിലപ്പെട്ടതാണെന്ന് UK ഫീൽഡ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 ദുബൈ. സൗദിയിൽ വ്യവസായ മേഖലയിൽ അനുവദിച്ച ലെവി ഇളവ് അടുത്ത വർഷാവസാനം വരെ നീട്ടി. സൗദി മന്ത്രിസഭയുടേതാണ് തീരുമാനം. വ്യവസായ മേഖലയ്ക്ക് ആശ്വാസമായി 5 വർഷത്തേക്കായിരുന്നു ആദ്യം ലെവിയിൽ ഇളവ് പ്രഖ്യാപിച്ചത്. വ്യവസായ മേഖലയിലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, ഉൽപാദന ചെലവ് കുറയ്ക്കുക, കയറ്റുമതി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി തുടങ്ങിയത്. ഇതുപ്രകാരം 5 വർഷത്തേക്ക് തൊഴിലാളികളുടെ ലെവി രാജ്യം വഹിക്കുമെന്നായിരുന്നു 2019 പ്രഖ്യാപനം. സൗദി ഭരണാധികാരി പ്രഖ്യാപിച്ച ഈ തീരുമാനമാണ് വീണ്ടും നീട്ടിയത്. വ്യവസായ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് 3000 കോടിയോളം റിയാലാണ് ലെവി ഇളവിലൂടെ ലാഭിക്കാനാവുക. വ്യവസായ മേഖലയ്ക്കും ഇതര മേഖലകൾക്കും ആശ്വാസമുണ്ടാകുന്ന പ്രഖ്യാപനം തൊഴിൽ വിപണിയിലും ഉണർവ് സൃഷ്ടിച്ചിരുന്നു. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം, ധനകാര്യ മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 6.5 ലക്ഷം വിദേശ തൊഴിലാളികൾക്കാണ് ഇതിന്റെ ആശ്വാസം ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇളവ് നീട്ടിയതായിരുന്നു. 2025 ഡിസംബർ 12-ന് ഇളവ് അവസാനിക്കുമെന്നാണ് നിലവിലുള്ള പ്രഖ്യാപനം. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1 റിയാദ്. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും തീവ്രവാദ ഫണ്ടിങ്ങിനുമെതിരെ ശക്തമായ നടപടിയുമായി കുവൈറ്റ്. സംശയം തോന്നുന്ന മുഴുവൻ പണമിടപാടുകളും റിപ്പോർട്ട് ചെയ്യാൻ കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. നടപടികളുടെ ഭാഗമായി 1500 ദിനാറിന് മുകളിലുള്ള വാഹനങ്ങളുടെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും വിൽപ്പന ബാങ്ക് വഴി മാത്രമായി പരിമിതപ്പെടുത്തുമെന്ന് പ്രാദേശിക മാധ്യമമായ അൽ റായ് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ വാഹനങ്ങൾ വാങ്ങുമ്പോഴും വിൽപ്പന നടത്തുമ്പോഴുമുള്ള പണമിടപാടുകൾ ബാങ്ക് വഴി മാത്രമാകും. പുതിയ നിയന്ത്രണങ്ങൾ വരുന്നതോടെ സാമ്പത്തിക ഇടപാടുകളുടെ ഉറവിടങ്ങൾ പരിശോധിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പൊതുമാപ്പ് കാലാവധി അവസാനിച്ചതിന് പിന്നാലെ കുവൈറ്റിൽ ഓരോ മാസവും നാട് കടത്തുന്നത് ആയിരങ്ങളെയാണ്. രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന എല്ലാ പ്രവാസികളെയും നാട് കടത്തുക എന്ന ലക്ഷ്യത്തോടെ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഗ് പറഞ്ഞു. ശിക്ഷ കൂടാതെ രാജ്യം വിടാനും പിഴയടച്ച് താമസരേഖ പുതുക്കാനും അവസരം നൽകിയിരുന്നു. രാജ്യത്ത് ഓരോ മാസവും നിയമവിരുദ്ധമായി താമസിക്കുന്ന അനധികൃത പ്രവാസികളെ നാട് കടത്തുന്നതായി ആഭ്യന്തര മന്ത്രാലയം. 7000 മുതൽ 8000 പേരെയാണ് നാട് കടത്തിയത്. പൊതുമാപ്പ് അവസാനിച്ചതിന് പിന്നാലെയാണ് രാജ്യത്ത് ശക്തമായ പരിശോധന ആരംഭിച്ചത്.
സന്ദർശക വിസയിൽ വന്ന് കാലാവധി കഴിഞ്ഞും രാജ്യത്ത് താമസിച്ച പ്രവാസി കുടുംബങ്ങളെ അവരുടെ സ്പോൺസർമാരോടൊപ്പം നാടുകടത്തിയതായി അധികൃതർ അറിയിച്ചു. മാർച്ച് 17 മുതൽ 3 മാസത്തേക്കായിരുന്നു കുവൈത്തിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. ജൂൺ 17 വരെ നിശ്ചയിച്ച സമയപരിധി പിന്നീട് 30 വരെ നീട്ടുകയായിരുന്നു. ഇതിനകം താമസ നിയമലംഘകർക്ക് ശിക്ഷ കൂടാതെ രാജ്യം വിടാനും പിഴ അടച്ച് താമസരേഖ പുതുക്കാനും അവസരം നൽകിയിരുന്നു. സമയപരിധി കഴിഞ്ഞതോടെ രാജ്യത്താകമാനം ശക്തമായി പരിശോധന നടന്നുവരികയാണ്. അനധികൃത താമസക്കാരെ പൂർണ്ണമായും നീക്കം ചെയ്യാനാണ് ആഭ്യന്തര മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈറ്റിൽ പെട്രോൾ സബ്സിഡി പരിഷ്കരിക്കാൻ ഒരുങ്ങി സർക്കാർ. നിലവിൽ നൽകുന്ന സബ്സിഡികൾ പൂർണ്ണമായോ ഭാഗികമായോ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ചാണ് സർക്കാർ ആലോചന. എന്നാൽ വില വർധനവിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നേരിടാൻ പൗരന്മാർക്ക് ബദൽ സഹായം നൽകുമെന്ന് സർക്കാർ അറിയിച്ചു. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ ഉഷ്ണതരംഗം തുടങ്ങിയതായി കാലാവസ്ഥാ കേന്ദ്രം. ഒരാഴ്ച കനത്ത ചൂടും വിങ്ങലും അനുഭവപ്പെടും. താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കാം. രാവിലെ 11 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണി വരെ നേരിട്ട് വെയിലേൽക്കരുതെന്നും നിർദ്ദേശമുണ്ട്. സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റേതാണ് മുന്നറിയിപ്പ്. കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഹസ, ദമാം, ദഹ്റാൻ, ഹഫ്രൽ ബാത്തിൻ എന്നിവിടങ്ങളിലാകും കനത്ത ചൂട് അനുഭവപ്പെടുക. ചൂടുള്ള കാറ്റും ഇടയ്ക്കെത്തും. വിങ്ങൽ കൂടുതലായും അനുഭവപ്പെടും. അടുത്തയാഴ്ച വരെ സ്ഥിതി തുടർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. കഫ്ജിയിലും വരും ദിനങ്ങളിൽ സമാന സ്ഥിതിയുണ്ടാകും. ജനങ്ങളോട് വെള്ളം ധാരാളമായി ഉറപ്പാക്കാനും ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങൾ ഉറപ്പുവരുത്താനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടെ ചൂടിൽ നേരിയ കുറവുണ്ടാകും. ദീർഘദൂര യാത്രക്കാർ അതുവരെ മതിയായ വിശ്രമം ഉറപ്പാക്കണം. ചൂടേറിയതിനാൽ വാഹനത്തിന്റെ ടയർ, ഓയിൽ തുടങ്ങിയവയും മെച്ചപ്പെട്ടതെന്ന് ഉറപ്പാക്കണം. റോഡ് സുരക്ഷാ അതോറിറ്റിയുടേതാണ് ഈ മുന്നറിയിപ്പ്. മദീന, തബൂക്ക് തുടങ്ങിയ മേഖലകളിൽ പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. കാറ്റിന് മണിക്കൂറിൽ 49 കിലോമീറ്റർ വരെ വേഗതയുണ്ടാകും. ഹൈവേകളിലൂടെയുള്ള യാത്ര ചെയ്യുന്നവർക്കും സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. വെള്ളത്തിന്റെ പുനരുപയോഗത്തിൽ മാതൃകയായി ഖത്തർ. ഈ വർഷം ജൂണിൽ 13 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഉപയോഗപ്പെടുത്തിയത്. 2030ഓടെ മുഴുവൻ വെള്ളവും പുനരുപയോഗിക്കുകയാണ് ഖത്തറിന്റെ ലക്ഷ്യം. വെള്ളം പാഴായി പോകാതെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന നയത്തിന്റെ ഭാഗമായാണ് മലിനജലം പുനരുപയോഗിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. കൃഷിയിടങ്ങൾ, പാർക്കുകൾ തുടങ്ങിയിടങ്ങളിൽ നനയ്ക്കുന്നതിനായാണ് ഈ വെള്ളം പ്രധാനമായും ഉപയോഗിക്കുന്നത്. ജൂൺ മാസത്തിൽ മാത്രം 13.1 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഇങ്ങനെ ശുദ്ധീകരിച്ച് ഉപയോഗിച്ചത്. മുൻ വർഷത്തേക്കാൾ 11% കൂടുതലാണിത്. 2,37,00,000 ക്യൂബിക് മീറ്ററിലധികം മലിനജലം വിവിധ പ്ലാന്റുകൾ വഴി ജൂൺ മാസത്തിൽ മാത്രം ശുദ്ധീകരിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രതിവർഷം 22.5 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് ദോഹയിലുണ്ട്. ഇതോടൊപ്പം തന്നെ ഭൂഗർഭജലത്തിന്റെ ഉപയോഗത്തിലും ഖത്തർ കാര്യമായ കുറവ് വരുത്തിയിട്ടുണ്ട്. ഭൂഗർഭജല ചൂഷണം 60% കുറച്ച് സമുദ്രജലം ശുദ്ധീകരിച്ചാണ് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. സുസ്ഥിരമായ സ്രോതസ് എന്ന നിലയിലാണ് സമുദ്രജലത്തെ കൂടുതൽ ആശ്രയിക്കുന്നത്. മീഡിയ 1, ദോഹ. സൗദിയിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂളുകളിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന കർശനമാക്കി. മികച്ച ഉൽപ്പന്നങ്ങൾ ശരിയായ വിലയിൽ നിയമാനുസൃതമായി ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. സൗദി വാണിജ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ശക്തമാക്കിയത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലായാണ് പരിശോധന നടത്തിയത്. സ്കൂൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ലൈബ്രറികൾ, സ്റ്റേഷനറി സ്റ്റോറുകൾ, സെയിൽസ് ഔട്ട്ലെറ്റുകൾ, ഇലക്ട്രോണിക് ഷോപ്പുകൾ എന്നിവയുൾപ്പെടെ സ്കൂളുകളിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിലാണ് പരിശോധന. സ്കൂൾ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുക, വില ടാഗുകൾ പരിശോധിക്കുക, വില നിലവാരം ഉറപ്പുവരുത്തുക, പ്രമോഷനുകളും ഓഫറുകളും നിയമാനുസൃതമാണെന്ന് ഉറപ്പാക്കുക തുടങ്ങിയ പരിശോധനകളാണ് നടക്കുന്നത്. നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റുകൾക്കെതിരെ പിഴയടക്കം കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഈ മാസം 18-നാണ് സൗദി സ്കൂളുകളിൽ അധ്യയനം പുനരാരംഭിക്കുക. സെപ്റ്റംബർ 1-നാണ് ഇന്ത്യൻ സ്കൂളുകൾ തുറക്കുന്നത്. 35,000 സ്കൂളുകളാണ് ആകെ സൗദിയിലുള്ളത്. ഇവ തുറക്കുന്നതോടെ സ്കൂൾ ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാർ ഏറും. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കുവൈറ്റ് എയർപോർട്ടിൽ ലഗേജുകൾ കൈകാര്യം ചെയ്യുന്നതിന് പുതിയ നിയമം വരുന്നു.
യാത്രക്കാർക്ക് ട്രോളികൾ സൗജന്യമായി ഉപയോഗിക്കാമെന്നും പോർട്ടർ സേവനം ആവശ്യമുള്ളവർക്ക് ചെറിയ ട്രോളിക്ക് 1 ദിനാറും വലിയ ട്രോളിക്ക് 2 ദിനാറും നൽകണമെന്നും അധികൃതർ അറിയിച്ചു. യാത്രക്കാരുടെ ബാഗുകൾ മോശം രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും അധിക പണം ആവശ്യപ്പെടുന്നതിനുമെതിരെ നേരത്തെ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. ട്രോളിയും ലഗേജും കൈകാര്യത്തിനായി പ്രത്യേക ജീവനക്കാരെയും കൗണ്ടറും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ദുബായ് എമിറേറ്റിലെ സ്കൂട്ടർ സൈക്ലിംഗ് പാതകളിൽ 2000-ലധികം തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി റോഡ് ഗതാഗത അതോറിറ്റി. അൽബുദ്ര, ജുമൈറ, നാദ് അൽ ഷെബ, മിർദീപ്, മുഷ്രീഫ് എന്നീ പാതകളിലാണ് തെരുവ് വിളക്കുകൾ സജ്ജീകരിച്ചത്. രാത്രിയിലും പാതകൾ ഉപയോഗപ്പെടുത്തുന്നവർക്ക് സൗകര്യമൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. സൈക്ലിംഗ്, സ്കൂട്ടർ പാതകൾ ഉപയോഗിച്ച് കായിക പരിശീലനം നേടുന്നവർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുകയെന്നതും മറ്റൊരു ലക്ഷ്യമാണെന്ന് RTA ഉന്നതോദ്യോഗസ്ഥൻ അബ്ദുള്ള ലൂത്ത പറഞ്ഞു. RTA ആസ്തികളുടെ സംരക്ഷണത്തിനും തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ പ്രധാനമാണ്. വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് നവീകരണ ജോലികൾ. കേടുപാടുകൾ തടയുന്നതിനുള്ള പ്രത്യേക പരിശോധനയ്ക്കും RTA സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫീൽഡ് പരിശോധകരുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ഉടൻ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു പുറമെ RTA കോൾ സെന്ററുകൾ വഴി ലഭിക്കുന്ന പരാതികളുടെ പുറത്തും തെരുവ് വിളക്കുകൾ പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കും. മീഡിയ 1 ദുബായ്. റിയാദ് ബദ്ഹയിലുള്ള ചുവന്ന കൊട്ടാരം ആഡംബര ഹോട്ടലാക്കുന്ന പദ്ധതി തുടരുന്നു. നാഷണൽ മ്യൂസിയത്തോട് ചേർന്നുള്ള കൊട്ടാരമാണ് 96 മുറികളുള്ള ഹോട്ടലാക്കി മാറ്റുന്നത്. അടുത്ത വർഷം പകുതിയോടെ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. റിയാദിലെ പുരാതന കൊട്ടാരങ്ങളിലൊന്നാണ് റെഡ് പാലസ്. ഇതാണ് ഇനി മുതൽ ആഡംബര ഹോട്ടലായി മാറുന്നത്. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. ബൊട്ടിക് ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. റിയാദിൽ സിമന്റും ഇരുമ്പും ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ കെട്ടിടങ്ങളിലൊന്നാണ് റെഡ് പാലസ്. 1942 അബ്ദുൽ അസീസ് രാജാവിന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. ഫൈസൽ രാജാവ് ഉപയോഗിച്ചിരുന്ന കൊട്ടാരം കൂടിയാണിത്. രാജ്യത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൊട്ടാരമാണ് ഇനി മുതൽ ആഡംബര ഹോട്ടലായി പരിണമിക്കുന്നത്. തൊണ്ണൂറ്റിയാറ് ഹോട്ടൽ മുറികൾ, 45 ആഡംബര സ്യൂട്ടുകൾ, 25 വിശിഷ്ട അതിഥി റൂമുകൾ, രാജകീയ സ്യൂട്ട്, 5 റെസ്റ്റോറന്റുകൾ, 7 ഇവന്റ് ഹാളുകൾ, 6 സ്വകാര്യ സ്യൂട്ടുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് പുതിയ പദ്ധതി. അടുത്ത വർഷം പകുതിയോടെ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പിന്റെ രണ്ടാമത് ഫാർമസി ബ്രാഞ്ച് അബു ഖലീഫയിൽ പ്രവർത്തനം ആരംഭിച്ചു. മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് പ്രസിഡന്റ് ആൻഡ് CEO മുഹമ്മദ് അലി VP ഉദ്ഘാടനം ചെയ്തു. മെഡെക്സ് സെയിൽ മെഡിക്കൽ കെയറിലെ രോഗികൾക്കും പ്രദേശവാസികൾക്കും ഫാർമസി പ്രയോജനകരമാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചുരുങ്ങിയ കാലയളവിൽ കുവൈറ്റിലെ പൗരന്മാർക്കിടയിലും പ്രവാസികൾക്കിടയിലും ഒരുപോലെ പ്രശസ്തി ആർജിച്ചവരാണ് മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ്. സേവനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പുതിയ ഫാർമസിയെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ കുവൈറ്റിലെ പൗരപ്രമുഖരും മെഡെക്സ് മാനേജ്മെന്റ് പ്രതിനിധികളും ഡോക്ടർമാരും സ്റ്റാഫുകളും പങ്കെടുത്തു. കിഴക്കൻ ചാഡിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട സുഡാനികൾക്ക് ആശ്വാസമായി കുവൈറ്റ് ചാരിറ്റി സംഘടനകൾ അവശ്യ ഭക്ഷ്യ സാധനങ്ങൾ, മരുന്നുകൾ എന്നിവ വിതരണം ചെയ്തതായി തൻമിയ ഹ്യൂമാനിറ്റേറിയൻ വർക്ക് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അൽ റാഷിദി പറഞ്ഞു. സുഡാനിലെ സംഘർഷം കാരണം വ്യാപകമായ കുടിയൊഴിപ്പിക്കലും ഗുരുതരമായ മാനുഷിക സാഹചര്യങ്ങളുമാണ് ജനങ്ങൾ നേരിടുന്നത്. കുവൈറ്റ് സാമൂഹിക ആരോഗ്യ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം എന്നിവരുമായി ഏകോപിപ്പിച്ചാണ് സഹായം എത്തിക്കുന്നത്. സുഡാനിലെ ദുരിതങ്ങൾ ലഘൂകരിക്കാൻ കുവൈറ്റ് റെഡ് ക്രസന്റ് സൊസൈറ്റിയും പിന്തുണയറിയിച്ചു. പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം കുവൈറ്റ് വയനാട് ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ നൽകി. PPF കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം അസീമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഫണ്ട് കൈമാറിയത്. അംഗങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് PPF ധനസഹായം നൽകിയത്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ കേരള സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ PPF കുവൈറ്റ് അഭിനന്ദിച്ചു. KMCC ഖത്തർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പ് അടുത്ത മാസം 6-ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് ക്യാമ്പ്. വൈകിട്ട് 3 മുതൽ രാത്രി 8 വരെ HMC ബ്ലഡ് ഡോണേഴ്സ് സെന്ററിൽ വെച്ചാണ് രക്തദാന ക്യാമ്പ്. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ നാട്ടിലേക്ക് പോകുന്നവർക്ക് നിയമവിധേയമായി തിരിച്ചുവരാമെന്ന് UAE
ICP അധികൃതർ ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ അറിയിച്ചു. റെസിഡന്റ് വിസയിലും വിസിറ്റ് വിസയിലും എത്തി കാലാവധി പിന്നിട്ടവർക്ക് പിഴയില്ലാതെ മടങ്ങാൻ സെപ്റ്റംബർ 1 മുതൽ 2 മാസം അവസരം നൽകും. ICP ഉദ്യോഗസ്ഥരുമായി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. കേസുകളിൽ കുടുങ്ങി പിഴയടയ്ക്കാനാകാത്തവർ അത്തരം പിഴകൾ അടച്ചു തീർക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ഡി സ്റ്റാർ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ലൈഫിൽ അമൃത പടിക്കാൽ ചേരും. നമസ്കാരം.